സംഘടിപ്പിക്കുന്ന മർഹൂം ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി മുസ്ലിയാർ അവരുടെ അനുസ്മരണ പരിപാടി. ഈ പരിപാടിയുടെ സംഘാടകന്മാരായിരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന തങ്ങന്മാരും ആലിമീങ്ങളും നേതാക്കന്മാരും സമയത്തിന്റെ കുറവ് കൊണ്ട് എല്ലാവർക്കും എന്റെ സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിച്ചുകൊണ്ട് കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റഹ്മത്തും ബറക്കത്തും ആഫിയത്തും ഹിദായത്തും നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ ആമീൻ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മരണങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ സിലൂ ലഹദ ഖബരി ഫിത്തരീഖി വവദ്ദിഉ ഫലൈസ മൻ വറാഅ അത്റാബി ഹബീബു. സിലൂ ലഹദ ഖബരി ഫിത്തരീഖി, എന്റെ ഖബറിനെ നിങ്ങൾ ആള് കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടരുത്. സിലൂ ലഹദ ഖബരി ഫിത്തരീഖി വവദ്ദിഉ ലൈസ ലിമൻ വറാഅ അത്റാബു ഹബീബു. മണ്ണിൽ ഖബറിൽ വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണുമാരി ഇടപെട്ടവന് സ്നേഹിതനില്ല. മരണത്തെ ഓർക്കൂ സഹോദരങ്ങളെ. മരണം നമ്മളെ അൽ മൗതു ഫസാ, ഏത് മരണത്തെ കണ്ടാലും ആദ്യം അത് നമ്മളെയാണ് ഭയപ്പെടുത്തേണ്ടത്. അൽ മൗതു ഫസാ, ഏത് മരണത്തെ കേട്ടാലും ആദ്യം ഭയപ്പെടേണ്ടതാണ് നമ്മളാ. അതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മയ്യത്തിന് വേണ്ടി ഒരു ദുആയും ചെയ്തില്ല നമ്മൾ. അവിടെ എന്താ പറഞ്ഞത്? ഇന്നാ ലില്ലാഹി ഖറാറുൻ ഫിൽ മുൽക്ക്, അല്ലാഹുവേ ഞാൻ നിന്റേതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞാനും ഇതുപോലെ പിടിക്കപ്പെടുവാൻ നീ ഉദ്ദേശിച്ച സമയത്ത് എന്നെ പിടിക്കുമല്ലോ എന്ന് ഒരു സങ്കടപ്പെടലാണ് ഇന്നാ ലില്ലാഹ്. എല്ലാവരും വിചാരിക്കുന്നത് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തെന്നാണ്. അല്ലല്ലല്ല, മരണം കേൾക്കുമ്പോ പറയേണ്ട സുന്നത്തായ വാക്ക് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വ റഹ്മ. സുബ്ഹാനല്ലാഹ്. മരണം കേട്ടപ്പോ മയ്യത്തിന് ദുആ ചെയ്തില്ല. സ്വന്തം നഫ്സ് ഞാൻ മരിച്ചു പോകുമല്ലോ എന്ന് സങ്കടപ്പെട്ടതാണ്. ഖുർആൻ പഠിപ്പിച്ചത് അതാ. ഖുർആൻ അതാണ് പഠിപ്പിച്ചത്. ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വ റഹ്മ. അതാണ് ഉലൈക ഹുമുൽ മുഹ്തദൂൻ. മൂന്ന് അനുഗ്രഹങ്ങളാണ് ആ വാക്കിന്. ഇന്നാ ലില്ലാഹി, ചിലർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നാക്കുകൊണ്ട് തന്നെ പറയണം. മൂന്ന് അനുഗ്രഹങ്ങൾ ആ വാക്കിന്. ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം. സുബ്ഹാനല്ലാഹ്. ആ പറഞ്ഞവന് അല്ലാഹുവിന്റെ സലാത്ത്. സലവാത്തും മിർ റബ്ബിഹിം വ റഹ്മ. റഹ്മത്ത് വേറെ, സലാത്ത് വേറെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നുള്ള സലാത്ത് ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ ഒരിക്കലും ദുആ ചെയ്യുന്നില്ല. ദുആ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതായാലും ആലിക്കുട്ടി മുസ്ലിയാർ അവരുടെ ആ ഫദ്ലിൽ നമുക്കൊരു ഇൽമു പഠിക്കാം. ഒരു മയ്യത്ത് വീണാലും അല്ലാഹുവിന്റെ റസൂൽ ആ കുടുംബത്തിന് ദുആ ചെയ്യാതിരിക്കില്ല. അദ്കാറിൽ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അവിടെ രണ്ടാമത് പറഞ്ഞു ഇന്നാ ലില്ലാഹി ഖറാറുൻ ഫിൽ മുൽക്ക്. അല്ലാഹുവിനോട്, അല്ലാഹ് ഈ മയ്യിത്തല്ലല്ലോ, എന്നെയും നീ പിടിക്കുമല്ലോ ഏത് സമയത്തും. നിനക്ക് ഏത് സമയത്തും എന്നെ പിടിക്കാമല്ലോന്നാണ് അർത്ഥം. ഖറാറുൻ ഫിൽ മുൽക്ക്. ഇന്നാ ലില്ലാഹി, നമ്മളെല്ലാം നിനക്കുള്ളതാണ് റബ്ബേ. വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്നിട്ടോ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, നമ്മൾ നിന്നിലേക്കല്ലേ മടങ്ങേണ്ടത്. അല്ലാഹുമ്മ ക്തുബുഹു ഇൻദക ഫിൽ മുഹ്സിനീൻ. വല്ലാഹി, മാതാപിതാക്കൾ മരണപ്പെടുമ്പോൾ ഈ ദുആ ഓതു സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന ദുആ, അല്ലാഹുമ്മ ക്തുബുഹു ഇൻദക ഫിൽ മുഹ്സിനീൻ. അല്ലാഹുവേ ഈ മനുഷ്യനെ നീ മുഹ്സിനീങ്ങളിൽ പെടുത്തി റഹ്മാനേ. വജഅൽ കിതാബഹു ഫീ ഇല്ലീൻ, അവരുടെ കിതാബിനെ നീ ഇല്ലീനിൽ പെടുത്തി റഹ്മാനേ. അല്ലാഹുമ്മ ഖ്ലുഫ് ലഹു ഫീ അഹ്ലിഹി ഫിൽ ഗാബിരീൻ. ഒരു മനുഷ്യൻ മരണപ്പെട്ടിരിക്കുകയാണ് റബ്ബേ, ഒരു വാപ്പ മരണപ്പെട്ടു, ഒരു ഭർത്താവ് മരണപ്പെട്ടു, ഒരു ഒരാൾ മരിക്കുമ്പോൾ ഒരു കുടുംബം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സുഖങ്ങൾ അവിടെ നഷ്ടപ്പെടുകയാണ്. ഇത് വലിയ വിശേഷം. നിങ്ങൾ അധികാരിൽ നോക്കുക, അധികാരിലുണ്ടാവും. അല്ലാഹുമ്മ ഖ്ലുഫ് ലഹു ഫീ അഹ്ലിഹി ഫിൽ ഗാബിരീൻ. അല്ലാഹുവേ ഈ കുടുംബത്തിന്, ഈ മനുഷ്യനിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നു റബ്ബേ, അത് മറ്റുള്ളവരിൽ കൂടി ലഭിക്കുന്ന ഒരു ഭാഗ്യം ഈ കുടുംബത്തിന് നൽകി. മരണം നമ്മളെ ഭയപ്പെടുത്തണം. ഇവിടെ സിലൂ ലഹദ ഖബരി
സിലൂ ലഹദ ഖബരി ഫി ത്വരീഖി വവദ്ഉ ഫലൈസ അൻ വറാഇ തുറവറത്തുറം വണ്ണുവാരിയ വറാഇ ഖബറിൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മോനോട് പറഞ്ഞു, യാ ഇദാ ദഫൻതുമുനി, മോനെ എന്നെ ഖബറെടുത്ത് കഴിഞ്ഞാൽ ശന്ന അലയ്യ തുറാബു ശന്ന, എന്റെ പുറത്ത് മണ്ണുവാരി ഇടാ മോനെ. എന്നിട്ട് എന്ത് ചെയ്യണം? അഖീമു അലാ ഖബരി ഖദ്റ, ഒരു ഒട്ടകം അറുത്തു കൊടുക്കുന്ന സമയം എന്റെ ഖബറിന്റെ പുറത്ത് നിൽക്കടാ മോനെ എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മോനോട് പറഞ്ഞു. ഇവിടെ നമുക്കിന്ന് ഇമാം ഷേഖുൽ ജാമിഅ ആലിക്കുട്ടി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി ഖൂലു ആമീൻ, ആദ്യത്തെ രാത്രിയാണ് ഖൂലു ആമീൻ, അല്ലാഹു തആല അവന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. നമുക്കും അല്ലാഹു സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമായ ഖബറുകളെ തരട്ടെ, ഒരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീഖിനെ തരട്ടെ. മഹാനവർകൾ, ഞാൻ 2006 അല്ലെങ്കിൽ 2006 അവസാനം 2007 ബിഗിനിങ്ങിൽ ഒരാഴ്ച ബഹ്റിനിൽ താമസിച്ചിരുന്നു. അന്ന് ഒരു പ്രചാരണത്തിന് വേണ്ടി വന്നതാണ്. ഇവിടെ നിന്ന് കത്തുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. പക്ഷെ അന്ന് എത്ര പ്രിന്റിംഗ് ടൈപ്പ് കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിലും, പക്ഷെ വന്നതിന് ശേഷം ചില മാറ്റങ്ങളൊക്കെ വരുത്തി എനിക്ക് ആ കത്തിനെ തന്നിരുന്നു. വീണ്ടും വേറെ കത്തുണ്ടാക്കി കൊടുക്കാൻ അന്ന് ഞാൻ ആ കത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതിനുശേഷം പല സ്ഥലങ്ങളിലും മഹാനവറുകളുടെ കൂടെ ഞാൻ പോകാറുണ്ട്. അവരെ കൂടെ പോകുമ്പോൾ ഒരു ജോലിയും ഉണ്ടാവില്ല. വല്ലാഹി ഉണ്ടെങ്കിൽ ടച്ച് ചെയ്ത് വിട്ടാൽ മതി, ഇൻഫിയാൽ ആയിക്കോളൂ. അറബികളുടെ മജ്ലിസിൽ അൽഹംദുലില്ലാഹ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിബ്രീൽ മുത്തുക്കോയ തങ്ങളെ കൂടെ പോകാറുണ്ട് ഞാൻ. നിങ്ങൾ മനസ്സിലാക്കരുത് ഇവിടെ നേതാവായിട്ട് പോകുന്നു, നിർഹാദിമായിട്ടാ പോലെ, ഒരു ദലീൽ ഗൈഡ്, ടൂർ ഗൈഡ് പോലെ എന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് കൊണ്ടുവിട്ടാലേ നമുക്ക് ഒരു ജോലിയും ഉണ്ടാവില്ല. അതിലൊരാളാണ് മർഹൂം ആലിക്കുട്ടി മുസ്ലിയാർ. അന്ന് കത്തുകൾ ഞാൻ അടിച്ചു കൊടുത്തിരുന്നു. ഒരു ദിവസം ഒരു വലിയ അറബി മജ്ലിസിൽ പോയിരുന്നു, ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു, അറബി പണ്ഡിതന്മാർ. അപ്പൊ ഇമാമത്തിന്റെ ബാബില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശാഫിഈ മദ്ഹബിലും ഹംബലി മദ്ഹബിലും മഅ്മൂം ഇമാമിന്റെ മുമ്പിലായി പോയാൽ യുബ്തിലു സ്വലാ, നമസ്കാരം ബാത്തിലായി പോകുമെന്ന് കൗലുണ്ട്. ഇമാമിന്റെ മുമ്പേ ആകാൻ പാടില്ല. അന്ന് രാത്രി ഇശാക്ക് ശേഷം ഞങ്ങൾ ആ മജ്ലിസിൽ ഇരിക്കുമ്പോ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം മദീനയില് അന്ന് ജന്നത്തുൽ ബഖീൽ ഇമാമ് നിസ്കരിക്കുമ്പോൾ അപ്പുറത്ത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മുമ്പേ ആളുകൾ നിസ്കരിക്കും. അന്ന് ആ ചർച്ച അവിടെ വന്നു. അപ്പോ ശാഫിഈ മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർക്ക് മറുപടി പറയാൻ പറ്റില്ല. അന്ന് വളരെ ചെറിയ ആയിക്കൊണ്ട് തന്നെ മഹാനവറുകൾ, ഇന്ന് ഞാൻ അത് ഓർക്കുകയാണ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഖൗലി, ഇദാ തഖദ്ദമൽ ഇമാം ഇദാ തഖദ്ദമൽ ഇമാം ഇദാ തഖദ്ദമൽ മഅ്മൂം അലൽ ഇമാം യമീനൻ വശിമാലൻ ഇദ്തിറാറൻ ലാ യുക്റഹ്. മാലിക് മദ്ഹബിൽ ഇമാം നമസ്കരിക്കുമ്പോൾ ഇമാമിന്റെ വലത്തെ സൈഡോ ഇടത്തെ സൈഡോ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഇമാം മുമ്പേ ആയിപ്പോയാൽ നമസ്കാരം ബാത്തിലാവൂല, ജായിസാണെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ മസ്അല അവിടെ പറയുന്നുണ്ടായി. സുബ്ഹാനല്ലാഹ്. മജ്ലിസ് അങ്ങനെ കേൾക്കായിരുന്നു. ഫിഖ്ഹിൽ ഖാറൻ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകുമായിരുന്നു. ആ മജ്ലിസിൽ അന്ന് ആലമിയായുടെ അനുഭവങ്ങൾ പറയും, ശാഫിഈ മദ്ഹബിന്റെ ഖൗലുകൾ ചോദിക്കും. വല്ലാഹി ബഹ്റൈനിലെ പണ്ഡിതന്മാർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, വല്ലാഹി ഒരാഴ്ച നീ കൊണ്ടു തരുമോ? ജീബ്ലി കാരണം മിക്കവാറും അവർ വരുന്നത് വേഗത്തിൽ വന്നിട്ട് വേഗത്തിൽ പോകുന്നവർ എന്നോട് വല്ലാഹി എന്നോട് പറഞ്ഞു, എന്തിനാ? ഇജാസാത്തിന് വേണ്ടി. അള്ളാഹുവിനെ സാക്ഷ്യം വെച്ചുകൊണ്ട് പറയാം, പല പ്രാവശ്യം ഞാൻ ശേഖനായോട് ഉണർത്തുകയും ചെയ്തിരുന്നു ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കണമെന്ന്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ? സമസ്തയുടെ ഷൈൻ ഉയർത്തപ്പെടണം. നിങ്ങളൊരു മദ്രസ ഇവിടെ നടത്തുന്നെങ്കിൽ ആ മദ്രസ അവിടുത്തെ കുട്ടി ഇവിടെ പഠിക്കണ്ട, പക്ഷെ ആ മദ്രസയുടെ ഇജ്ജത്തിനെ കാത്തു സൂക്ഷിക്കണം. ഇത് ഇസ്ലാമാണ്. എല്ലാവരും മനസ്സിലാക്കാം. അതുപോലെ ഞാനൊരു കട വെച്ചിരിക്കുന്നു. എന്റെ കടയിൽ നിങ്ങൾ സാധനം വാങ്ങിച്ചില്ലെങ്കിലും ആ പ്രോഡക്റ്റിനെ ഒരുത്ത മോശം എന്ന് പറയാൻ പാടില്ല. സമസ്തയുടെ ഇജ്ജത്തിന് ബഹ്റൈനിൽ നിന്നും പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ഫോൺ ചെയ്യാനോ ഒരു വാസ്തുവിന്റെയും ആവശ്യമില്ല. അതുപോലെ തന്നെ സയ്യിദുൽ ഉലമ മക്കത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ എയർപോർട്ടിൽ ഇരിക്കുന്ന ഒരാള് ഫോൺ ചെയ്തു, തങ്ങളെ സയ്യിദുൽ ഉലമ ഫ്ലൈറ്റിലുണ്ടെന്ന് ഹജ്ജിന് വരുമ്പോ. ഞാൻ എയർപോർട്ടിൽ ഓടി എത്തുന്നതിന് മുമ്പ് ബഹ്റൈനിലെ ആലിമീങ്ങൾ അവിടെ എത്തി. ഇതൊക്കെ നമുക്ക് ഇജ്ജത്താണ്, ഫദ്ലാണ്. വല്ലാഹി ഇവിടെയൊക്കെയാണ് വിഷയങ്ങൾ. നമ്മളുടെ സമസ്തയുടെ ഷൈൻ ഉയർത്തപ്പെട്ടു.
ഇസ്ലാമിന്റെ അന്തസ്ത് ഉയർത്തപ്പെടുക. ഇസ്ലാമിന്റെ അന്തസ്ത്. ഒരുത്തനോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പറയില്ല, അവൻ ഇസ്ലാമിന് എന്തെങ്കിലും കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലടാ എന്ന് കാണിക്കാൻ നമുക്ക് കടപ്പാടുണ്ട് സഹോദരങ്ങളെ. ഇവിടെയൊക്കെ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ടവരുടെ കൂടെ പല പ്രാവശ്യം പോകുമ്പോഴും വളരെ ഇജ്ജത്ത് തോന്നാറുണ്ട്. എങ്ങനെ നമ്മളെ നയിക്കുന്നത്, അതായത് പ്രസ്ഥാനങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അതിന്റെ നേതാക്കന്മാരെ വെച്ചാണ്. അങ്ങനെയാണ്. അണികൾ പല സൈസിലുണ്ടാവും, പല കോലത്തിലുണ്ടാവും, പല കോലത്തിലുണ്ടാവും. അതുപോലെ പ്രസ്ഥാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നേതൃത്വമാണ് അതിനെ തീരുമാനിക്കുന്നത്. മറ്റുള്ള ആളുകളോ പല സൈസിലുണ്ടാവും. ബഹുമാനപ്പെട്ട പ്രൊഫസർ അവர்கள் ആലിമീങ്ങളെ കുറിച്ച് എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അതായത് അള്ളാഹുവിനും മൂമിനിക്കും ഇടയിൽ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആലിമീങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞ വാചകമല്ല. ഖുർആനിൽ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അല്ലാഹ് പറയുന്നു രണ്ടുപേരെ, അള്ളാഹുവിന്റെ കൂടെ രണ്ടുപേര്. ഷഹിദല്ലാഹ് എന്താണ്? അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി എന്നുള്ള ആ തത്വത്തെ വിളിച്ചു പറയുവാൻ രണ്ടുപേരെ അല്ലാഹു തിരഞ്ഞെടുത്തു. ആരാണ്? വൽ മലായികതു, മലായികത്തുകൾ. ആരോട്? മലായികത്തുകൾ അല്ലാഹുവിനോടും നബിമാർക്കും ഇടയിൽ വാസ്തയാണ് മലായികത്തുകൾ. പിന്നെയോ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി, ആലിമീങ്ങൾ. നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞു ഇതിനേക്കാളും ഉയർന്ന ദറജയില്ല. ആലിമീങ്ങൾ ബൈനഹു വ ബൈന ഇബാദിഹി, അല്ലാഹുവിനും മുഅ്മിനീങ്ങൾക്കും ഇടയിൽ ഒരാളുണ്ടെങ്കിൽ അത് ആലിമീങ്ങൾ മാത്രം. രണ്ടുപേരെയാണ് അല്ലാഹ് പറഞ്ഞത്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി. തഫ്സീറിൽ പറഞ്ഞു രണ്ടുപേരെ അല്ലാഹ് തിരഞ്ഞെടുത്തു. ആരാണ്? ഒന്ന് മലായികത്തുകൾ. അവരാരുടെ കൂടെയാണ്? നബിമാർക്കും അല്ലാഹുവിനും ഇടയിൽ. നമ്മുടെ ഇടയിൽ മലായികത്ത് വരുന്നുണ്ടോ? അല്ലാഹുവിനും മുഅ്മിനീങ്ങൾക്കും ഇടയിൽ ആരാണ്? ആലിമീങ്ങൾ, വറസത്തുൽ അംബിയാ. സുബ്ഹാനല്ലാഹ്, ആലിമീങ്ങളെ പോലെ ഓരോ നിമിഷവും ഖബറിൽ ഹസനാത്തുകളെ ഉയർത്തപ്പെടുന്നവര് നബിമാർക്ക് ശേഷം ആലിമീങ്ങൾ ഒഴിച്ചാലേ ഉള്ളൂ. നബിമാർക്ക് ശേഷം ശുഹദാക്കളും സിദ്ദീഖീങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഖബറിൽ ഓരോ നിമിഷവും ദറജകൾ ഉയർത്തപ്പെടുന്നത് നബിമാർക്ക് ശേഷം ആരാണ്? ആലിമീങ്ങൾ. മുഅ്മിനിക്ക് രണ്ട് ദറജയാണ്. ഞാൻ ചുരുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് ദറജ. ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ പറഞ്ഞു. എന്താണ്? ഒന്ന്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. ഇതൊരു സാധാരണ മൂമിൻ മരണപ്പെടുന്ന അവസ്ഥ. ഇതാണ് ഒരു മൂമിന്റെ സാധാരണ അവസ്ഥ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا لا إله إلا الله محمد رسول الله എന്ന് പറഞ്ഞ് ഇസ്തിഖാമത്തോടു കൂടി ജീവിച്ചവൻ മരിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മൂമിൻ മരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കരുത്, അവൻ മരിക്കുമ്പോൾ പച്ചപ്പട്ടുകൾ കൊണ്ട് കണ്ണെത്താ ദൂരത്ത് നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു. ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ചു. ഒരു മൂമിൻ മരിക്കുമ്പോൾ തനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, മലായികത്തുകൾ ഇറങ്ങിക്കൊണ്ട് അവനോട് പറയും, നിങ്ങൾ ഭയപ്പെടരുത്, സങ്കടപ്പെടരുത്. രണ്ട് കാര്യങ്ങൾ. ഒരു രോഗി ആശുപത്രിയിൽ പോയാൽ നിങ്ങൾ ഭയപ്പെടണ്ട. മരിക്കുന്നയാളിനോട് മലക്ക്, ഖുർആനാണിത് പറയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا, ഒന്നും ഭയപ്പെടണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, സങ്കടപ്പെടണ്ട, ഭയപ്പെടണ്ട. സങ്കടം എന്തിന്? സങ്കടം മൂമിൻ മരിക്കുമ്പോൾ ഭാര്യ, മക്കൾ സങ്കടപ്പെടും. പിന്നെയോ ഭയം വരാനിരിക്കുന്നത്. രണ്ടിലും ആശ്വാസം പകരപ്പെടും. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത സ്വർഗം സന്ദേശമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു മൂമിന്റെ സാധാരണ അവസ്ഥയാണ്. ഇതിന്റെ മുകളിൽ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ആലിമീങ്ങൾക്ക് മാത്രം, നബിമാർക്കും ആലിമീങ്ങൾക്കും. അത് ഏതാണ്? ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين.
ഒരു ദറജ സാധാരണയിൽ നിന്നും സമ്പൂർണത്തിന്റെ മുകളിലുള്ള ദറജയുണ്ടെങ്കിൽ അതാർക്ക് ആലിമീങ്ങൾക്ക് മാത്രം. കാരണം എന്ത്? നബിമാരെ ജോലി ചെയ്തു. ആരാണുള്ളത്? അവനെക്കാളും നല്ല വിളി വിളിച്ചവൻ, നല്ല വാക്ക് പറഞ്ഞവൻ. ആലിമീങ്ങൾ സഹോദരങ്ങളെ, ആലിമീങ്ങൾ അള്ളാഹുവിനും മുഅ്മിനിനും ഇടയിലുള്ള വാസ്തയാണ് അവര്. രണ്ടാമത്തേത് ആലിമീങ്ങൾ സാധാരണ മനുഷ്യർ മരണപ്പെടുമ്പോ തന്നെ ഒരു കൂട്ടം ആളുകൾക്ക് പറയപ്പെടും അതായത് 3 ചോദ്യങ്ങൾ ശേഷം പറയപ്പെടും അവൻ പറഞ്ഞത് 3 ചോദ്യം. വല്ലാഹി അള്ളാഹു അനുഗ്രഹം ചെയ്ത ആളുകൾക്ക് ഖബർ സ്വർഗം. അൽ ഖബറു ഇമ്മാ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന മാ ദീനുക മാ തഖൂലു ഫീ ഹാദർ റജുൽ. 3ാമത്തെ ചോദ്യം കഴിഞ്ഞ ഉടനെ അവൻ പറഞ്ഞത് സത്യമാണ്, അവനോടൊന്നും ചോദിക്കരുത്. അഫ്രിശൂഹു ബിൽ ജന്ന വൽബിസൂഹു ബിൽ ജന്ന. സുബ്ഹാനല്ലാഹ്. പട്ടുകൾ വിരിക്കൂ, സ്വർഗത്തിന്റെ പട്ടുകൾ വിരിക്കൂ എന്ന് വിളിച്ചു പറയപ്പെടും. എന്നിട്ട് ആ മനുഷ്യനോട് പറയും വിവാഹരാത്രി ഉറങ്ങുപോലെ ഉറങ്ങിക്കോ. ഇതൊരു സാധാരണ മൂവി. ആലിമീങ്ങൾ. പക്ഷേ ആലിമീങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, ഒരു ആലിമ് നഷ്ടപ്പെടുമ്പോൾ അതിന്റെ സ്ഥാനത്ത് നമുക്കൊരാളിനെ കിട്ടുന്നില്ല. ആലിമീങ്ങൾ അള്ളാഹുവിനും മുഅ്മിനീങ്ങൾക്കും ഇടയിലുള്ള വാസ്തയാണ്. വല്ലാഹി ഇതാണ് ആലിമീങ്ങളുടെ ദറജ. അവരെ കാണും ഒരാള് അള്ളാഹുവിനും മുഅ്മിനിനും ഇടയിൽ നബിമാരൊഴിച്ചാൽ ഒരാളും ഉണ്ടാവില്ല. കാരണം ആലിമിന് മാത്രമാണ് ഇത്തിബ, പിൻപറ്റേണ്ടത് ആലിമിനെ മാത്രം. അങ്ങനത്തെ ഒരു മഹാരത്നമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തയുടെ ആലിമീങ്ങൾക്ക് ദീർഘായുസ്സിനെ നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ശൈഖുനായുടെ ഖബറിനെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാക്കുമാറാകട്ടെ. സമസ്തയ്ക്ക് വന്ന നഷ്ടത്തിന് അല്ലാഹു നല്ല പരിഹാരം നൽകുമാറാകട്ടെ. നാം എല്ലാവരും സ്വർഗ്ഗത്തിൽ ഒന്നിച്ചു കൂടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. ആമീൻ ആമീൻ ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാസീനിൽ പറയുന്നില്ല വമൻ അംറുഹു നനക്കിസുഹു ഫിൽ ഖൽഖ് അഫലാ യഖിലു. വമൻ അംറുഹു വയസ്സ് കൂടി പോകുമ്പോൾ നനക്കിസുഹു ഫിൽ ഖൽഖ്. ഉദ്ഘാടനം പറഞ്ഞിട്ട് ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് തുടക്കം കുറിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.